എല്ലാ പ്രേക്ഷകർക്കും ബിഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ആ വ്യക്തിയോടൊപ്പം ഉള്ള പ്രണയ ജീവിതം ഭാവിയിൽ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. ഒരു ടറോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, പക്ഷേ റെസനേറ്റ് ആകുന്നവർ സ്വീകരിക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. പക്ഷേ ഇത് കാലാതീതമാണ്. നിങ്ങളെപ്പോൾ കണ്ടാലും ഇത് നിങ്ങൾക്ക് ബാധകമായിരിക്കും. ഒരു ടറോട്ട് കാർഡ് റീഡിങ്ങിൻ്റെ ഏറ്റവും തീഷ്ണതയുള്ള ഒരു റീഡിംഗ് ആയിരിക്കും ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. നമുക്ക് ഒന്നാമത്തെ കാർഡിലേക്ക് പോകാം. ഒന്നാമത്തെ ടറോട്ട് കാർഡ് നമുക്ക് റീഡിംഗ് നോക്കാം. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ്. ഇതൊരു വിപുലമായ ഊർജവും ആവേശവും പ്രതിദാനം ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ്. അതായത് ആ വ്യക്തിയോടുള്ള പ്രണയ ജീവിതം ഭാവിയിൽ ഊർജവും ആവേശവും പ്രദാനം ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ അംഗീകാരമായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾ ആ ബന്ധത്തെ കൃത്യമായി ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു. ആ വ്യക്തിയോടൊത്തുള്ള ജീവിതത്തിൽ ഉണർവും രസകരമായ മാറ്റങ്ങളും സന്തോഷങ്ങളും പ്രതീക്ഷിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സന്തോഷങ്ങളും മാറ്റങ്ങളും ആ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഇത് ഒരിടത്തും നിൽക്കാതെ മുന്നോട്ട് പോകാനുള്ള ചലനവും കാണുന്നു. അതായത് ഈ ബന്ധം ജീവിത അവസാനം വരെ ഉണ്ടാകുമെന്നുള്ളതാണ് ആദ്യത്തെ കാർഡ്. നൈറ്റ് ഓഫ് വാൻഡ്സ് പറയുന്നത് അതാണ്. തീർച്ചയായിട്ടും ഇതൊരു ആവേശകരമായ ബന്ധമായിരിക്കുമെന്നും ആ ബന്ധം ജീവിത അവസാനം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് കാണിക്കുന്നത്. ടറോട്ട് കാർഡുകളുടെ റീഡിങ്ങിലെ ഏറ്റവും ആദ്യത്തെ കാർഡ്, 6 കാർഡുകളിൽ ഏറ്റവും ആദ്യത്തെ കാർഡ് നിങ്ങളോട് പറയുന്നത് ആ വ്യക്തിയോടുള്ള ഒപ്പമുള്ള ജീവിതം, ആ പ്രണയം അത് അവസാനിക്കാത്ത ഒന്നായി തീരുമെന്നാണ്. അതായത് എന്നെന്നും അത് നിലനിൽക്കുമെന്ന് തന്നെയാണ്. നമുക്ക് രണ്ടാമത്തെ കാർഡിലേക്ക് പോകാം. ഹൈ പ്രസ്റ്റീസ് എന്ന് പറയുന്ന കാർഡാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് രഹസ്യങ്ങളുടെയും ഉൾബോധത്തിൻ്റെയും കാർഡാണ്. ഒരുപാട് രഹസ്യങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ, മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് ഉത്ബോധനങ്ങളും അവിടെയുണ്ട്. ജീവിതത്തിൽ നിങ്ങൾ തകർന്ന് തരിപ്പണമാകാതെ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ആത്മീയമായ ശക്തി ആ ബന്ധത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഭാവിയിൽ പല കാര്യങ്ങളും പുറത്ത് പ്രകടമാകാതെ ഒളിഞ്ഞിരിക്കും. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊന്നും ഭാവിയിൽ ബാധിക്കില്ലെന്നും ഭാവിയിലെ ജീവിതത്തിന് ഒരു തടസ്സവുമില്ലാതെ മുന്നോട്ട് പോകുമെന്നൊക്കെ നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ മനസ്സിലുള്ള യഥാർത്ഥ വികാരങ്ങൾ തുറന്നറിയാൻ സമയം വേണ്ടിവരും. അതായത് പലതും ആ വ്യക്തി മറച്ചു വെക്കും, പലതും നിങ്ങൾക്കും ആ വ്യക്തിയോട് പറയാനുണ്ടാവും. പക്ഷേ കാലം അത് നിങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് ആ പറയാതിരിക്കലുകൾ സഹായകമാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയോ ചിലത് മറച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് നിങ്ങളെ സംബന്ധിച്ചോ ആ വ്യക്തിയെ സംബന്ധിച്ചോ പോസിറ്റീവായിട്ട് മാത്രമേ ആ മറച്ചുവെക്കലുകൾ എടുക്കൂ, അല്ലെങ്കിൽ അത് കാരണമാകൂ എന്നുള്ളതാണ് ഇവിടെ കൃത്യമായ ഒരു റീഡിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും ഭയപ്പെടാനില്ല. ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും കടന്നു പോകാൻ കഴിയും എന്നുള്ളതാണ്. മൂന്നാമത്തെ കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സഹകരണവും ഒരു ടീം എന്ന രീതിയിലുള്ള പ്രവർത്തനത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. സഹകരണത്തോടെ ആ വ്യക്തിയുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നു. തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജീവിതത്തിൽ നിങ്ങളെ തകർക്കുന്ന ഒരു നിലപാടും ഉണ്ടാകില്ല. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ നല്ലൊരു കൂട്ടുകെട്ടുണ്ടാവുകയും പരസ്പരം പിന്തുണച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ ഇല്ലായ്മകൾ ആ വ്യക്തി സഹിക്കുകയും ആ വ്യക്തിയുടെ ഇല്ലായ്മകൾ നിങ്ങൾ സഹിക്കുകയും അത് പരസ്പരം കോമ്പൻസേറ്റ് ചെയ്യുകയും ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതമായിട്ട് ആ ജീവിതം കൊണ്ടുപോവുകയും ചെയ്യും. ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളെ ബാധിച്ചാലും ഒരുമിച്ച് നിന്ന് ആ പ്രതിസന്ധികളെയെല്ലാം നേരിടാനുള്ള കൃത്യമായൊരു ശക്തി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. വളരെ പോസിറ്റീവായിട്ട് വളരെ കരുത്ത് ആർജിച്ച രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു രീതിയിലും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും രണ്ടായി തീരേണ്ടി വരില്ല എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് നൽകുന്ന സന്ദേശം അതാണ്. ഒരുമിച്ച് നിന്ന് അതിലൂടെ ഭൗതികവും മാനസികപരവുമായ
ഒരു മുക്തി നിങ്ങൾക്ക് നേടാൻ കഴിയും. അത് ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് തന്നെ നമ്മൾ കണക്ക് കൂട്ടേണ്ടതാണ്. നമുക്ക് 4ാമത്തെ കാർഡിലേക്ക് പോകാം. ഹെർമിറ്റ് എന്ന് പറയുന്ന കാർഡാണ്. ആന്തരികമായ ആലോചനയും ആത്മനിർമാർജനവും ആവശ്യമായ സമയമാണിത്. ആന്തരികമായി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഒരു കാര്യവും വെട്ടിത്തുറന്ന് പറയാതെ, ഒരു അഭിപ്രായവും കൃത്യമായി എടുത്തു ചാടി പറയാതെ, വളരെ ആത്മീയ ദർശനത്തോടുകൂടി ജീവിച്ചു പോകേണ്ട സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾ വിചാരിച്ചിരുന്നത് പോലെയല്ല സംഭവിക്കാൻ പോകുന്നത്. ഒരു കാര്യത്തിലും എടുത്ത് ഇറങ്ങി പുറപ്പെട്ട് ഒന്നും പറയേണ്ട, ആലോചിക്കുക, ആലോചിച്ച് മുന്നോട്ട് പോവുക. ഏതാനും കാലം തമ്മിൽ അകലമോ താൽക്കാലികമായ നിരീക്ഷണമോ അനുഭവപ്പെടാം. താൽക്കാലികമായ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് അടുത്തറിഞ്ഞ് നിരീക്ഷിക്കേണ്ടി വരും. പക്ഷേ ഒരഭിപ്രായവും വെട്ടി തുറന്ന് പറയാതിരിക്കുക. ബന്ധം നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ആരെങ്കിലും ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു സമീപനവും വേണ്ട എന്നും, കൃത്യമായി വ്യാഖ്യാനിച്ച് ആ വ്യക്തിയെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക എന്നുമാണ് ഇവിടെ പറയുന്നത്. ഒരഭിപ്രായ പ്രകടനവും നിങ്ങൾ തെറ്റായി പറഞ്ഞാൽ അത് പിന്നീട് ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് 5ാമത്തെ കാർഡിലേക്ക് പോകാം. തീർച്ചയായിട്ടും 5ാമത്തെ കാർഡ് പറയുന്നത് വളരെ രീതിയിലുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ചുള്ള ആ ഒരു ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു കാർഡാണ് 6 ഓഫ് കപ്സ് എന്നാണ് ആ കാർഡ് പറയുന്നത്. ഭാവിയിൽ പഴയ ഓർമ്മകളുടെയും മധുരകരമായ അനുഭവങ്ങളുടെയും പ്രാധാന്യമുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയവും നിങ്ങൾ ഒരുമിച്ച് മുന്നേറിയ സമയവും അതേക്കുറിച്ച് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്മരണ നിങ്ങൾ രണ്ടുപേരും പറയും. ഒരുമിച്ചിരുന്ന് പഴയ നിമിഷങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കും. ആ പഴയ കാലമാണ് നല്ലത് എന്നുള്ള ഓർമ്മകളും പഴയ കാലത്തെ അയവിറക്കുന്ന നിങ്ങളുടെ സമീപനങ്ങളും അന്നു മുതൽ തുടങ്ങിയ നിങ്ങളുടെ ഇഷ്ടത്തിൻ്റെ ആ വ്യാപ്തിയും ഇവിടെ നിങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ജീവിതത്തിൽ വളരെ രസകരമായ അവസ്ഥകൾ അതിലൂടെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകും. അതുതന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത കാർഡ് ടെമ്പറൻസ് എന്ന് പറയുന്ന കാർഡാണ്. ജീവിതത്തിൽ സുഖവും സമാധാനവും സമത്വവും ലഭിക്കുന്ന ഒരു കാർഡാണ് 6ാമത് വന്നിരിക്കുന്നത്. എല്ലാം പൊരുത്തപ്പെടൽ കൊണ്ട് വിജയകരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതായത് ഏറ്റവും മികച്ച ഒരു എൻഡിങ്ങുള്ള കാർഡാണ് ടെമ്പറൻസ്. ഈ കാർഡ് ഉദ്ദേശിക്കുന്നത് എല്ലാം സമരസപ്പെടുകയും എല്ലാം പൊരുത്തപ്പെട്ടു പോവുകയും പ്രണയവും ആത്മാർത്ഥതയും സ്നേഹവും കരുതലും പരസ്പരം വിളമ്പുകയും ചെയ്യുമെന്നുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു വലിയ സൂര്യോദയം ഉണ്ടാകുന്നു, വലിയ സമാധാനം ഉണ്ടാകുന്നു, സമത്വം ഉണ്ടാകുന്നു. ഈ ബന്ധം ഏറ്റവും ദൃഢവും നന്മ നിറഞ്ഞതും നിങ്ങളെ ഏറ്റവും കൂടുതൽ ഒന്നിപ്പിക്കുന്നതുമാണെന്ന്, നിങ്ങൾക്ക് സംതൃപ്തിയും സമാധാനവും നൽകുന്നതാണെന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ ഒരു വഴിത്താരയാണ്, അതിൻ്റെ ഒരു ഭാവിയാണ് നാം ഈ ടാരോട്ട് കാർഡ് റീഡിങ്ങിലൂടെ പറഞ്ഞത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.